ക്രിസ്റ്റ് ഫോർ ലൈഫിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ നിത്യവചനം നിങ്ങളുടെ ആത്മാവിലേക്ക് ഇന്ന് ജീവനും വെളിച്ചവും സംസാരിക്കുന്നിടം. ഉൽപ്പത്തിയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുമ്പോൾ വെളിച്ചം ഇരുട്ടിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതും ആകാശം അരാജകമായ ആഴങ്ങളിൽ വലിച്ചു നീട്ടുന്നതും എൽവരില്ലാത്ത വെള്ളത്തിൽ നിന്ന് ഭൂമി ഉയർന്നുവരുന്നതും ഭൂമി നിശബ്ദവും സമൃദ്ധവുമായ ജീവൻ കൊണ്ട് തളിർക്കാൻ തുടങ്ങുന്നതും നമ്മൾ കണ്ടു. എന്നാൽ സൃഷ്ടിയുടെ കഥ ഇപ്പോഴും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 4-ാം ദിവസം ഉദിക്കുന്നു, സ്വർഗം തന്നെ ചലിക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം. രാത്രിയുടെ ഇരുട്ടിനും പകലിന്റെ ശോഭയ്ക്കും അവയുടെ ഭരണാധികാരികളെ ലഭിക്കുകയും ആകാശം ലക്ഷ്യത്തിന്റെയും വാഗ്ദാനത്തിന്റെയും വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസം. ഉൽപ്പത്തി അധ്യായം 1 വാക്യം 14 മുതൽ 19 വരെ ദൈവം വെറും വസ്തുക്കൾ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കാലത്തിന്റെ താളം തന്നെ അവൻ സ്ഥാപിക്കുന്നു. നമ്മുടെ ദിവസങ്ങൾ, നമ്മുടെ ഋതുക്കൾ, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ നിമിഷങ്ങൾ എന്നിവ രൂപപ്പെടുത്താൻ അവനൊരു പ്രപഞ്ച കലണ്ടർ രൂപകൽപ്പന ചെയ്യുന്നു. പിന്നെ ദൈവം പറഞ്ഞു പകലിനെയും രാത്രിയെയും വേർതിരിക്കേണ്ടതിന് ആകാശവിധാനത്തിൽ വിളക്കുകളുണ്ടാകട്ടെ. അവ അടയാളങ്ങൾക്കും കാലങ്ങൾക്കും ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും ഉതകട്ടെ. ഭൂമിയിൽ പ്രകാശം നൽകാൻ അവ ആകാശവിധാനത്തിൽ വിളക്കുകളായിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അത് സങ്കൽപ്പിക്കുക. ആകാശത്തിന്റെ വിശാലമായ ഇരുണ്ട ക്യാൻവാസ് പെട്ടെന്ന് പ്രകാശിക്കുന്നു. ഇവിടെ വിളക്കുകൾ എന്നതിന്റെ ഹീബ്രു വാക്ക് മെയോറോത്ത് മൈഹൻഹബ് ആണ്. പ്രകാശവാഹകന്മാർ. പുരാതന ഈജിപ്ഷ്യൻ സൂര്യ ആരാധന ഒരിക്കൽ വിശ്വസിച്ചിരുന്നത് പോലെ സ്വയം പ്രകാശിക്കുന്ന ദൈവങ്ങളല്ല ഇവ. ഇവ ദൈവത്തിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അവയുടെ വഴികാട്ടുന്നതും ഭരിക്കുന്നതും അവന്റെ മഹിമയെ പ്രഖ്യാപിക്കുന്നതുമായ ദീപസ്തംഭങ്ങൾ. ദൈവം ആകാശത്തെ നിറയ്ക്കുക മാത്രമല്ല, അവൻ അതിനെ ക്രമീകരിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഓരോന്നിനും സൃഷ്ടിയുടെ മഹത്തായ ആരാധനാക്രമത്തിൽ അവരവരുടെ പങ്ക് നൽകിയിരിക്കുന്നു. ദൈവം 2 വലിയ വിളക്കുകളുണ്ടാക്കി. പകൽ വാഴാൻ വലിയ വിളക്കും രാത്രി വാഴാൻ ചെറിയ വിളക്കും. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. സൂര്യൻ നമ്മുടെ ഊഷ്മളതയുടെയും ജീവന്റെയും നിലനിർത്തുന്നവൻ. ചന്ദ്രൻ രാത്രിയുടെ സൗമ്യമായ ഭരണാധികാരി. നക്ഷത്രങ്ങൾ എണ്ണമറ്റവ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ വിശാലത മന്ത്രിക്കുന്നു. പുരാതന ജനങ്ങൾ പലപ്പോഴും ഈ ആകാശഗോളങ്ങളെ ഭയത്തോടും ആരാധനയോടും കൂടി കുമ്പിട്ടിരുന്നു. അവയ്ക്ക് ദൈവിക ശക്തി നൽകിയിരുന്നു. എന്നാൽ ഉൽപ്പത്തി ശാന്തമായ വിപ്ലവകരമായ സത്യം സംസാരിക്കുന്നു. അവ ദൈവങ്ങളല്ല, അവ ദൈവത്തിന്റെ കൈവേലയാണ്. വിഗ്രഹങ്ങളല്ല, ഉപകരണങ്ങളാണ്. സൃഷ്ടിക്കപ്പെട്ടവയാണ്, ദൈവീകമല്ല. തലമുറകളായി സഭാപിതാക്കന്മാർ ഇതിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 19 നമ്മളോട് പറയുന്നതുപോലെ നക്ഷത്രങ്ങൾ സ്വന്തം മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വമാണ് പ്രഖ്യാപിക്കുന്നതെന്നതിനെക്കുറിച്ച് വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് ചിന്തിച്ചു. ആകാശത്തിന്റെ സ്ഥിരമായ ചലനത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയുടെ ഒരു കണ്ണാടി കണ്ടു. ഓർത്തഡോക്സ് പാരമ്പര്യം ആകാശത്തെ ഒരു കത്തീഡ്രലായിട്ടാണ് കാണുന്നത്. സൂര്യൻ അതിന്റെ വിളക്ക്, ചന്ദ്രൻ അതിന്റെ മെഴുകുതിരി, നക്ഷത്രങ്ങൾ അതിന്റെ സൗന്ദര്യത്തിന്റെ മൊസൈക്ക്. കോപ്റ്റിക് സഭയിൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ മാനസാന്തരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എളിമയിൽ കുറയുന്നു, ഉയർപ്പിന്റെ പ്രത്യാശയിൽ കൂടുന്നു. എന്നാൽ സൗന്ദര്യത്തിനുമപ്പുറം ഒരു ദൈവിക ലക്ഷ്യമുണ്ട്. ഈ വിളക്കുകൾ അടയാളങ്ങൾക്കും ഓത്തോത് ഐഹൂബ് കാലങ്ങൾക്കും മോആദീം മൊഹലദീം ദിവസങ്ങൾക്കും വർഷങ്ങൾക്കുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടയാളങ്ങൾ എന്ന വാക്ക് പ്രവചനപരമായ അർത്ഥത്തെ ഓർമ്മിപ്പിക്കുന്നു. ആകാശഗോളങ്ങൾ അവയ്ക്കുമപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. വിദ്വാൻമാരെ ഉണ്ണിയേശുവിന്റെ അടുത്തേക്ക് നയിച്ച ബേത്ലഹേമിലെ നക്ഷത്രം പോലെ. കാലങ്ങൾ മോആദീം വസന്തത്തിന്റെയും വിളവെടുപ്പിന്റെയും കടന്നുപോകൽ മാത്രമല്ല, അവ ദൈവത്തിന്റെ വിശുദ്ധ കലണ്ടറിനെ അടയാളപ്പെടുത്തുന്നു. പെസഹ, പെന്തിക്കോസ്ത്, കൂടാരപ്പെരുന്നാൾ, സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന നിമിഷങ്ങൾ. ദൈവം തന്റെ ജനത്തെ ഓർക്കാനും ആരാധിക്കാനും സന്തോഷിക്കാനും ക്ഷണിക്കുന്ന നിമിഷങ്ങൾ. ദൈവം ക്രമീകരിക്കുമ്പോൾ സമയം തന്നെ വിശുദ്ധമായി മാറുന്നു. ദൈവം അവയെ ഭൂമിയിൽ പ്രകാശം നൽകാനും പകലിനെയും രാത്രിയെയും വാഴാനും വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിക്കാനും ആകാശവിധാനത്തിൽ വെച്ചു. അത് നല്ലതെന്നു ദൈവം കണ്ടു. വെളിച്ചവും ഇരുട്ടും ഒരു കാലത്ത് നിയന്ത്രിക്കപ്പെടാത്തവഇപ്പോൾ ഭരിക്കപ്പെടുന്നു. പകലും രാത്രിയും അവയ്ക്ക് അതിരുകൾ നൽകിയിരിക്കുന്നു. ആകാശം സൗന്ദര്യം മാത്രമല്ല, ക്രമം കൂടിയാണ് പ്രഖ്യാപിക്കുന്നത്. ഭരിക്കുക എന്നതിന്റെ ഹീബ്രു വാക്ക് മഷാൽ മസസുജ ആധിപത്യമല്ല, മറിച്ച് ചുമതലയാണ്. വിളക്കുകൾ കാലത്തെ ഭരിക്കുന്നു, മനുഷ്യരാശിക്കുള്ള ഒരു സമ്മാനം. അധ്വാനത്തിനും വിശ്രമത്തിനും ആരാധനയ്ക്കുമുള്ള ഒരു താളം. ആ ദൈവിക ഘടനയ്ക്കുള്ളിൽ നമ്മൾ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു. ക്രമത്തിനു കീഴിൽ ജീവിതം തഴച്ചു വളരുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തോം നക്ഷത്രങ്ങളെ നിശബ്ദരായ പ്രസംഗകർ എന്ന് വിളിച്ചു. ദൈവത്തിന്റെ ജ്ഞാനം ഭൂമി മുഴുവൻ പ്രഖ്യാപിക്കുന്നു. കത്തോലിക്കാ സഭയുടെ വേദോപദേശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചം കൂദാശപരമായ സാധ്യതകളാൽ നിറഞ്ഞിരിക്കുന്നു. CCC 341 നക്ഷത്രങ്ങൾ ആണവച്ചൂളകൾ കൃത്യമായി ക്രമീകരിക്കപ്പെട്ടവ ജീവൻ തഴച്ചു വളരാൻ വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്നതിൽ ആധുനിക ശാസ്ത്രം അത്ഭുതപ്പെടുന്നു.
അവയുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ മഹത്തായ ഓർമ്മപ്പെടുത്തലിനെ പ്രതിധ്വനിക്കുന്നു. രൂപകൽപ്പന ഒരു രൂപകൽപ്പനക്കാരനെ സൂചിപ്പിക്കുന്നു. എത്യോപ്യൻ ഓർത്തഡോക്സ് കീർത്തനം സൂര്യനെ ക്രിസ്തുവിന്റെ ഉയിർപ്പിന്റെ മുൻസൂചനയായി ആഘോഷിക്കുന്നു. അക്രമത്തിലൂടെ അല്ല വെളിച്ചത്തിലൂടെ ഇരുട്ടിനെ നീക്കം ചെയ്യുന്നു. ജോൺ കാൽവിനെപ്പോലുള്ള പ്രൊട്ടസ്റ്റന്റ് ശബ്ദങ്ങൾ ആകാശത്തിന്റെ സ്ഥിരതയെ ദൈവത്തിന്റെ സാധാരണ കൃപയുടെ തെളിവായി ചൂണ്ടിക്കാട്ടി അതിൽ മനുഷ്യജീവിതം തഴച്ചു വളരാൻ കഴിയും. അങ്ങനെ സന്ധ്യയായി രാവിലെയായി 4-ാം ദിവസം. എന്നാൽ 4-ാം ദിവസം ഇനിയും വരാനിരിക്കുന്ന അതിലും വലിയ ഒരു വെളിച്ചത്തെക്കുറിച്ച് മന്ത്രിക്കുന്നു. യേശു ലോകത്തിന്റെ യഥാർത്ഥ വെളിച്ചം, തന്റെ ചിറകുകളിൽ സൗഖ്യവുമായി ഉദിക്കുന്ന നീതിയുടെ സൂര്യൻ. മലാഖി അധ്യായം 4 വാക്യം 2. നമ്മുടെ ദിവസങ്ങളെ ഭരിക്കുന്ന വലിയ വെളിച്ചം അവനാണ്. നമ്മുടെ ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് ഊഷ്മളതയും കാഴ്ചപ്പാടും ജീവനും നൽകുന്നവൻ. രാത്രി നീണ്ടതും അനിശ്ചിതവുമായി തോന്നുമ്പോൾ അവൻ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കാണ്. നക്ഷത്രങ്ങൾ പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശാലമായ അജ്ഞാതത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എണ്ണമറ്റവയും ഉറപ്പുള്ളവയും പ്രകാശിക്കുന്നവയുമായി നിലനിൽക്കുന്നു. ചന്ദ്രന്റെ സൗമ്യമായ പ്രതിഫലിച്ച വെളിച്ചം സഭയെ തന്നെ പ്രതിഫലിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി അധ്യായം 5 വാക്യം 14. അപ്പോസ്തലനായ പൗലോസ് എഴുതി, ലോകത്തിൽ വെളിച്ചങ്ങളായി വിളങ്ങുവിൻ. ഫിലിപ്പിയർ അധ്യായം 2 വാക്യം 15. അതേ വാക്ക് ഫോസ്റ്റേഴ്സ്, അതേ സ്വർഗീയ വിളക്കുകൾ അവയുടെ സ്വന്തം മഹത്വമല്ല മറിച്ച് അവയുണ്ടാക്കിയവന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെ സൃഷ്ടിയുടെ ഈ 4-ാം ദിവസം നിങ്ങളോട് എന്താണ് പറയുന്നത്? അത് പ്രതീക്ഷ സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ക്രമരഹിതമല്ലെന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതിന് ക്രമമുണ്ട്, അതിന് ഋതുക്കളുണ്ട്, അതിന് വിശുദ്ധമായ ഒരു ലക്ഷ്യമുണ്ട്. സൃഷ്ടിക്കപ്പെട്ടതിനെ ആരാധിക്കരുൾ സൃഷ്ടാവിനെ പിന്തുടരുക എന്ന് അത് സൗമ്യമായി മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാറ്റിനുമുപരി അത് നിങ്ങളെ പ്രകാശിക്കാൻ വിളിക്കുന്നു. വഴിക്കും അർത്ഥത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നിർത്തി ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയത്തിന് ക്രമം കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്ന എവിടെയാണ്? ക്രിസ്തുവിന്റെ വെളിച്ചം ആവശ്യമുള്ള ഏത് ഇരുണ്ട സ്ഥലമാണ്? ഏത് ഋതുവിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്? അത് ലക്ഷ്യത്തോടെ സ്വീകരിക്കാൻ ദൈവം നിങ്ങളെ എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? ഇപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ അവനിലേക്ക് തിരിക്കാം. കർത്താവേ, എന്റെ രാവും പകലും ഭരിക്കുന്ന വെളിച്ചം നീയാണ്. എന്റെ സമയത്തിന്മേൽ നിന്റെ ക്രമം സ്ഥാപിക്കണമേ. എന്റെ ഉള്ളിലെ നിഴലുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ സ്നേഹം, നിന്റെ സത്യം, നിന്റെ കൃപ എന്നിവയാൽ ഞാൻ പ്രകാശിക്കട്ടെ. എന്റെ ജീവിതത്തെ നിന്റെ നല്ല സൃഷ്ടിയുടെ ഒരു തേജസ്സുള്ള പ്രതിഫലനമാക്കി മാറ്റണമേ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ഇളക്കിയെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വന്തം ഋതുവിലൂടെ കടന്നുപോകുന്ന ഒരാളുമായി ഇത് പങ്കിടുക. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെയുണ്ട്. christ443@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക. നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ സന്തോഷമാണ്. അടുത്ത തവണ ഉൽപ്പത്തിയുടെ അത്ഭുതത്തിലേക്ക് വചനം തോറും നമ്മൾ തുടരുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക. ദൈവം വെള്ളങ്ങളെയും ആകാശങ്ങളെയും ജീവനുള്ള ജീവികളെക്കൊണ്ട് നിറയ്ക്കുന്ന 5-ാം ദിവസം പര്യവേഷണം ചെയ്യുക. അതുവരെ അവന്റെ വചനം നിങ്ങളുടെ വെളിച്ചമായിരിക്കട്ടെ. അവന്റെ ആത്മാവ് നിങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ ഒരു തേജസ്സുള്ള പ്രതിഫലനമായിരിക്കട്ടെ. പോവുക, അവനിൽ പ്രകാശിക്കുക.